ത്രിമൂർത്തികളിൽ ഒരാളായ പരമശിവന്റെ ആദ്യ പത്നിയാണ് സതീദേവി. ദാക്ഷായണി എന്നറിയപ്പെടുന്ന സതി ദീർഘായുസിൻ്റെയും ദാമ്പത്യ സന്തോഷത്തിൻ്റെയും ദേവതയാണ്. ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷ മഹാരാജാവിൻ്റെയും പ്രസൂതിയുടെയും മകളാണ് സതീദേവി. ആദിപരാശക്തിയുടെ അവതാരമായാണ് സതീദേവി അറിയപ്പെടുന്നത്. സ്നേഹമുള്ളവളും സ്വഭാവത്താൽ അങ്ങേയറ്റം ദയയുള്ളവളുമാണ് സതീദേവി. സതിയും പാർവതിയും പരമശിവനെ സഹായിച്ച ദേവിയുടെ 2 അവതാരങ്ങളാണ്. ദക്ഷന്റെ മകളായതിനാലാണ് സതീദേവി ദാക്ഷായണി എന്ന നാമത്തിൽ അറിയപ്പെടുന്നത്. സതീദേവിയും പരമശിവനുമായുള്ള സ്നേഹബന്ധം പിതാവായ ദക്ഷന് ഇഷ്ടമല്ലായിരുന്നു. ശിവൻ തന്റെ മരുമകനാണ് എന്ന കാര്യം ദക്ഷൻ അംഗീകരിക്കാൻ സാധിച്ചില്ല. ആ കാരണത്തിനാൽ സതിയെ തന്റെ മകളെന്ന സ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കാൻ ദക്ഷൻ തീരുമാനിച്ചു. സതിയുടെയും പരമശിവന്റെയും വിവാഹത്തിനു ശേഷം ദക്ഷൻ ഒരു വലിയ യാഗം നടത്താൻ തീരുമാനിച്ചു. ആ യാഗത്തിന്റെ ലക്ഷ്യം തന്നെ മകളെയും മരുമകനെയും അപമാനിക്കുക എന്നതായിരുന്നു. ദക്ഷൻ യാഗശാലയിലേക്ക് സകല ദേവീദേവന്മാരെയും രാജകുമാരിമാരെയും രാജാക്കന്മാരെയും ക്ഷണിച്ചു. എന്നാൽ തൻ്റെ മകളെയും മരുമകനെയും ക്ഷണിച്ചില്ല. ഇതറിഞ്ഞ് കുപിതയായ സതീദേവി യജ്ഞശാലയിലേക്ക് പോവാൻ തീരുമാനിച്ചു. പരമശിവനോട് തൻ്റെ കൂടെ വരാൻ അഭ്യർത്ഥിച്ചുവെങ്കിലും പരമശിവൻ പോകരുതെന്ന് പറഞ്ഞ് വിലക്കി. അപമാനിക്കപ്പെട്ടാൽ തിരിച്ചു വരില്ലെന്ന് പറഞ്ഞ് സതി യജ്ഞശാലയിലേക്ക് യാത്രയായി. ക്ഷണിക്കാതെ യാഗശാലയിലെത്തിയെന്ന പേരിൽ സതിയെയും പരമശിവനെയും ദക്ഷൻ ഒരുപാട് അപമാനിച്ചു. താൻ കാരണം തൻ്റെ പതിയെ അപമാനിക്കുന്നതറിഞ്ഞ സതീദേവി അവിടെ ഉണ്ടായിരുന്ന യാഗാഗ്നിയിൽ ചാടി സ്വയം ജീവത്യാഗം ചെയ്തു. തൻ്റെ ഭർത്താവിനെ അപമാനിച്ചത് കണ്ടപ്പോൾ യാഗാഗ്നിയിൽ ചാടി സ്വയം ജീവത്യാഗം ചെയ്തതിനാൽ സതി പലപ്പോഴും കുപ്രസിദ്ധവും പ്രസിദ്ധവുമാണ്. ഭർത്താവിനോടുള്ള സ്നേഹവും വിശ്വാസവും അഭിനിവേശവും സതിക്ക് അത്രമേൽ തീവ്രമായിരുന്നു. തൻ്റെ പിതാവിനാൽ തൻ്റെ ഭർത്താവ് അപമാനിതനാവുന്നത് കണ്ട സതിക്ക് അത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. യാഗാഗ്നിയിൽ നിന്ന് എരിയുന്നതിന് മുൻപ് സതി തൻ്റെ യഥാർത്ഥ രൂപം ഈ പ്രപഞ്ചത്തിന് കാട്ടിക്കൊടുത്തു, ആദിപരാശക്തിയുടെ രൂപം. ആ സമയം ദക്ഷന് സതി ഒരു ശാപം നൽകി. തൻ്റെ ഭർത്താവിൻ്റെ കൈകളാൽ തന്നെ താൻ വധിക്കപ്പെടുമെന്ന ശാപം. സതി യാഗാഗ്നിയിൽ ചാടി ജീവൻ ഒടുക്കിയതറിഞ്ഞ പരമശിവൻ യാഗഭൂമിയിൽ എത്തുകയും ദക്ഷൻ്റെ ശിരസ് ഖണ്ഡിക്കുകയും ചെയ്തു. കത്തിക്കരിഞ്ഞ സതിയുടെ ശരീരമെടുത്തുകൊണ്ട് ശിവൻ ഒരു ഭ്രാന്തനെ പോലെ ഈ ലോകം മുഴുവൻ അലയാൻ തുടങ്ങി. ആ ദേവന്റെ അഭാവത്തിൽ ഈ ലോകത്തിൻ്റെ സ്ഥിതി വളരെ മോശമായി. അദ്ദേഹത്തിൻ്റെ താണ്ഡവത്താൽ ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും അപായം സംഭവിക്കുമെന്നറിഞ്ഞ ദേവന്മാർ ഒരു തീരുമാനമെടുത്തു. ദേവിയുടെ ശരീരം വിഷ്ണുവിൻ്റെ സുദർശന ചക്രത്താൽ 51 കഷ്ണങ്ങളായി ചിതറിപ്പിക്കാൻ. വിഷ്ണുവിൻ്റെ പ്രഹരണത്താൽ ചിന്നിച്ചിതറിയ ദേവിയുടെ ശരീരം ഈ ഭൂമിയിലേക്ക് തെറിച്ചു വീണു. തൻ്റെ പ്രിയ പത്നിയുടെ അഭാവം മഹാദേവന് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. കോപം ശമിച്ച മഹാദേവൻ തന്നാൽ നശിപ്പിക്കപ്പെട്ടതെല്ലാം പുനഃസ്ഥാപിച്ചു. തന്നാൽ വധിക്കപ്പെട്ട ദക്ഷ പ്രജാപതിക്ക് പുതുജീവനേകി. അദ്ദേഹത്തിന് ഒരു ആടിൻ്റെ തല നൽകി അദ്ദേഹത്തിന് ജീവൻ നൽകി. ശിവന്റെ ശക്തികളെക്കുറിച്ച് മനസ്സിലായ ദക്ഷ പ്രജാപതി ശിവനെ ആരാധിക്കാൻ തുടങ്ങി. എന്നാൽ സതിയുടെ അഭാവം സഹിക്കവയ്യാതെ മഹാദേവൻ ഒരു നീണ്ട തപസ്സിലേക്ക് നീങ്ങി. ആദിപരാശക്തിയുടെ അവതാരമായ സതീദേവിയുടെ വിയോഗത്താൽ ദുഃഖിതനായ മഹാദേവന്റെ അവസ്ഥ കണ്ട് ദേവന്മാർ ആദിപരാശക്തിയോട് അപേക്ഷിച്ചു. വീണ്ടും പുനർജനിക്കണമെന്നും മഹാദേവനോടൊപ്പം സംഗമിക്കണമെന്നും. സതീദേവി വീണ്ടും പുനർജനിക്കുകയും പാർവതി എന്ന രൂപം സ്വീകരിക്കുകയും ചെയ്തു. പർവ്വതങ്ങളുടെ രാജാവായ ഹിമവാന്റെ പുത്രിയായി ദേവി വീണ്ടും പുനർജനിച്ചു. കഠിന പരീക്ഷണങ്ങളിലൂടെ ദേവി ശിവന്റെ പത്നിയായി മാറുകയും ചെയ്തു. പാർവതിയും സതിയും 2 ദേവിമാരാണെങ്കിലും ഒരേ ശക്തിയുടെ പ്രതീകങ്ങളാണ്. ദക്ഷ പ്രജാപതി യാഗം നടത്തിയ യാഗഭൂമിയാണ് കൊട്ടിയൂർ. യാഗം മുടങ്ങിയതിനാൽ ആ സ്ഥലത്ത് ഒരു ശിവലിംഗം സ്വയംഭൂവായി ഉയർന്നു വന്നു. അവിടെയാണ് എല്ലാ വർഷവും വൈശാഖ മഹോത്സവം നടക്കുന്നത്. ബാവരിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കൊട്ടിയൂർ. പ്രദക്ഷിണ വഴിയിൽ വെള്ളമൊഴുകുന്ന ഈ ക്ഷേത്രത്തെ ദക്ഷിണകാശി എന്ന് അറിയപ്പെടുന്നു.